മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ പ്രവർത്തകരെയും നേതാക്കളെയും ആക്രമിക്കാനും കൊലപ്പെടുത്താനും ഗൂഢാലോചന നടത്തുന്ന കേന്ദ്രങ്ങളാക്കി പാർട്ടി ഓഫീസുകളെ മാറ്റുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോഴും സജീവമാണെന്ന് രമേശ് ചെന്നിത്തല എം.എൽ.എ. കൃപേഷിനെയും ശരത് ലാലിനെയും കൊലപ്പെടുത്താൻ CPM ഏരിയ കമ്മിറ്റി ഓഫീസാണ് ഗൂഢാലോചനയ്ക്ക് തെരഞ്ഞെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു. നവീൻ ബാബുവിന്റെ മരണത്തിൽ പാർട്ടിക്കുള്ള ഉത്തരവാദിത്തം തെളിയിക്കപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് ചവറ ബ്ലോക്ക് കമ്മിറ്റി നിർമ്മിച്ച കെ കരുണാകരൻ സ്മാരക ഭവൻ ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് രമേശ് ചെന്നിത്തല CPM-നെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ പ്രവർത്തകരെയും നേതാക്കളെയും കൊലപ്പെടുത്താനും ആക്രമിക്കാനും ഗൂഢാലോചന നടത്തുന്ന കേന്ദ്രങ്ങളാക്കി പാർട്ടി ഓഫീസുകളെ മാറ്റുന്ന രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിൽ സജീവമാണെന്ന കാര്യം ഗൗരവമായി തന്നെ കാണണമെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ വിമർശനം. കൃപേഷിനെയും ശരത് ലാലിനെയും കൊലപ്പെടുത്താൻ CPM ഏരിയ കമ്മിറ്റി ഓഫീസാണ് ഗൂഢാലോചനയ്ക്ക് തെരഞ്ഞെടുത്തതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസുകൾ ആയുധപ്പുരകളല്ല. അധികാരം കയ്യിലുണ്ടെന്ന അഹങ്കാരത്തിൽ എതിരാളികളെ വകവരുത്താൻ ഒരുമ്പെട്ടിറങ്ങുന്നത് CPM നിർത്തണം. നവീൻ ബാബുവിന്റെ മരണത്തിൽ പാർട്ടിക്കുള്ള ഉത്തരവാദിത്തം തെളിയിക്കപ്പെടണം. അത് പുറത്തു വരാതിരിക്കാനാണ് CBI അന്വേഷണത്തെ എതിർക്കുന്നതെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. കോൺഗ്രസ് പാർട്ടിയുടെ ഓഫീസുകൾ ഒരിക്കലും ആയുധപ്പുരകളായി നമ്മൾ മാറ്റിയിട്ടില്ല. എന്നാൽ കേരളത്തിലെ പല രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകൾ ആയുധപ്പുരകളായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അന്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകളെ ആക്രമിക്കാനും കൊലപ്പെടുത്താനും ഗൂഢാലോചന നടത്തുന്ന കേന്ദ്രങ്ങളായി പാർട്ടി ഓഫീസുകളെ മാറ്റുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് കേരളത്തിൽ സജീവമാണ്. കൃപേഷ് ശരത് ലാലും രണ്ട് പിഞ്ചോമനകള മാർക്സിസ്റ്റ് പാർട്ടിയുടെ കഠാര രാഷ്ട്രീയത്തിന്റെ പിന്നിൽ പിടഞ്ഞു വീണ് മരിച്ചത്. കൃപേഷിനെയും ശരത് ലാലിനെയും കൊല്ലാനുള്ള ഗൂഢാലോചന നടന്നത് അവിടുത്തെ CPM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിലായിരുന്നു. അധികാരം കയ്യിലുള്ള എന്നുള്ള അഹങ്കാരത്തോടുകൂടി രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഇനിയെങ്കിലും ആയുധം താഴെയിടുകയാണ് വേണ്ടത്. ഉമ്മൻചാണ്ടി സ്മാരക ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം PC വിശ്വനാഥ് MLA-യും G പ്രതാപവർമ്മ തമ്പാൻ കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം CR മഹേഷ് MLA-യും നിർവഹിച്ചു. പ്രിയദർശിനി ലൈബ്രറിയുടെ ഉദ്ഘാടനം DCC പ്രസിഡന്റ് P രാജേന്ദ്ര പ്രസാദ് നിർവഹിച്ചു. UDF ചെയർമാൻ KC രാജൻ മുതിർന്ന പൗരന്മാരെ ആദരിച്ചു. KPCC അംഗം K സുരേഷ് ബാബു ചികിത്സാ സഹായം വിതരണം ചെയ്തു. KPCC നിർവാഹക സമിതി അംഗം A ഷാനവാസ് ഖാൻ പ്രതിഭാ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. KPCC സെക്രട്ടറി P ജെർമിയാസ് രക്തദാന സേനയുടെ രൂപീകരണം നടത്തി. DCC ജനറൽ സെക്രട്ടറി ചക്കിനാൽ സനൽകുമാർ ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മേച്ചേജത്ത് ഗിരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ, ബിന്ദു കൃഷ്ണ, LK ശ്രീദേവി, R അരുൺരാജ്, G സേതുനാഥൻ പിള്ള, സന്തോഷ് തുപ്പാശ്ശേരി, വിഷ്ണു വിജയൻ, പ്രഭ അനിൽ, ജിജി, തങ്കച്ചി പ്രഭാകരൻ, അഡ്വക്കേറ്റ് JR സുരേഷ് കുമാർ, PR ജയപ്രകാശ്, പവിഴപ്പറമ്പിൽ പുഷ്പരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചവറ.